ഗൈസ്, ഞങ്ങൾ നേരിമംഗലം മൂന്നാർ റൂട്ടിലുള്ള ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെത്തി നിൽക്കുകയാണ്. ഇവിടുത്തെ കുറച്ച് ദൃശ്യ ഭംഗിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അമ്മേ വേണ്ട. ഇവരെന്നെ ഇങ്ങനെ മുങ്ങി തന്നെ നിൽക്കണമെന്ന് വെച്ചാൽ എനിക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരാൾ തോർത്തേന് ഊരി മേടിച്ചു. ഇപ്പോൾ ഉടുതുണി ഇല്ലാതെ ഇവർ വെള്ളത്തിൽ തന്നെയാണ്. അതാണ് ഇപ്പോഴും കയറാതെ നിൽക്കുന്നത്. ഇനി ഞാൻ തോർത്ത് ഇനി ഇവർക്ക് ക്ഷമിച്ചേക്കാലേ, ഇവർക്കൊരു തോർത്തെടുത്ത് കൊടുത്തേക്കാം. എന്നാ പെട്ടെന്ന് നേരെ പോരെ. വണ്ടി ഇനി ഇവിടെ ഏരിയയിലുള്ള കുറച്ച് വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വഴുക്കി കിടക്കുകയാണ്. വഴുക്കി കിടക്കുക. അതിൽ കുറച്ച് ഉണ്ടോ, വഴുക്കി കിടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു മെയിൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ വ്യൂ ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇതിലൊക്കെ വരുമ്പം സൂക്ഷിച്ച് വരണം, കാരണം നല്ലപോലെ വഴുക്കി കിടക്കുക കണ്ടോ. അതായത് ശരിക്കും ഇതാണ് റോഡ്. ഇത് അവിടുന്ന് കോതമംഗലം ഭാഗത്ത് നിന്ന് കയറി വരുന്നുണ്ട്. അതായത് അടിമാലി മൂന്നാർ ഭാഗത്തേക്കുള്ളതാണ്. ഇതാണ്ട് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കിടക്കുന്നത് അടിമാലിയിലേക്കുള്ള റോഡാണ്. മനസ്സിലായോ? അപ്പോൾ അടിമാലിയിലേക്ക് പോകുന്ന വഴിക്ക് ചീയപ്പാറ എന്ന് പറയും വെള്ളച്ചാട്ടത്തിൻ്റെ. ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വന്നിട്ട് ഈ വ്യൂ കാണാനും ഈ വെള്ളച്ചാട്ടം കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നിർത്താറുള്ള സ്ഥലമാണ്. അപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയ ഇത്. അതിൻ്റെ ടോപ്പ് ഏരിയയിൽ നമ്മളൊന്ന് കുളിച്ചേ. മനസ്സിലായോ? അപ്പം ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയത്തില്ല. എല്ലാവരും താഴത്തെ വെള്ളച്ചാട്ടം മാത്രം കണ്ട് തിരിച്ചു പോകാറാണ് പതിവ്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ആരും അറിഞ്ഞ് കയറി വരാത്തതാണ് നല്ലത്. കാരണം ഇവിടെ ആകപ്പാടെ കുറച്ച് പേർക്ക് അറിയാവുന്നവർ തന്നെ വന്ന് പ്ലാസ്റ്റിക്കും കുപ്പി എല്ലാ സാധനങ്ങളും ഇട്ട് ആകപ്പാടെ അലമ്പാക്കി വെച്ചേക്കുക. അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഉള്ളൊന്ന് കണ്ടോളൂ. പച്ചയായ ഇതാണ് വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ വിട്ട്. നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട് ഇവിടെ. അപ്പം ആ വീട്ടിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കൂടെ വന്നു എന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ സ്ഥിരം വരാറുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ, അറിഞ്ഞു കേട്ട് വന്നവർ ഇട്ടിട്ട് പോയതാണ്. പ്ലാസ്റ്റിക് വീട് ആരുടെയോ ഷട്ടി കിട്ടുമോ വേണ്ടേ, അവർ തോർത്ത് കൊടുത്ത് കയറി കേട്ടോ. കണ്ടോ ലേസിൻ്റെ പാക്കറ്റ്. ഇതുകൊണ്ടാണ് ആൾക്കാരിവിടെ വരാതിരിക്കുകയാണ് നല്ലതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയുണ്ട് വേറെ. അതായത് ഇറങ്ങുമ്പോൾ ഒക്കെ സൂക്ഷിച്ചിറങ്ങണം. ഓക്കെ, അഭ്യാസം അഭ്യാസം വേണ്ട. വെള്ളം അടിക്കാൻ വന്നാൽ ഇട്ടിട്ട് പോകുന്നത് പ്ലാസ്റ്റിക് കൂട്ടി. ഇതൊക്കെയാണ് ഇടുവേ.
ഇതൊക്കെ ഇടും. ഇതിന്റെ മുതലാളി ഇത്. അതാണ്ട് ഇതിന്റെ മുതലാളി ഇത്. ഞാനിടും. വരുന്നില്ലേ വരുന്നില്ലേ? വാ. ആണോ? ഒന്നും കൂടെ. എന്നാ എന്താ ഇവിടെ? നമ്മുടെ സാധന സാമഗ്രികൾ അതിനകത്തുണ്ട്. നമ്മുടെ സാധന സാമഗ്രികൾ എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. അതില്ലേ? വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മൊട്ട്, വന്നൊന്നിരിക്കാമോ? എന്നോട് പറഞ്ഞേ വന്നൊന്നിരിക്കാമോ? അങ്ങനെ ഉപയോഗിക്കട്ടെ. വൈറലാക്കാന്ന് വിചാരിച്ചായിരുന്നു. പച്ചയായ ചാട പോവാം. മുറിഞ്ഞ് അതീ കൂടെ വെക്കാൻ അറിയത്തില്ല. നേരെ ഒരു അറിയത്തില്ലേ? സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണ്ടേ? എന്റെ പൂഞ്ഞാൻ്റെ കുറിച്ച് ഒന്നും കൂടെ. Go to home guys. നമ്മൾ പോവല്ലേ? നടക്ക്. വീഡിയോ എടുക്കട്ടെ. ഒരു സബ്സ്ക്രൈബേഴ്സ് എല്ലാം കാണട്ടെ. അറിയില്ല. ഇന്ന് തോന്നുന്നു വാട്ട് എ ഹൊറർ ആൻഡ് ഡ്രമാറ്റിക് ആൻഡ് enthusiastic way guys. അമ്മേ കാടിൻ്റെ ഇടയിലൂടെ ഒരു യാത്ര. അത്ര ആരുമില്ല. അത് വെള്ളം കുടിച്ചിട്ടാ. കൊച്ചു മരിച്ചുപോയി. താഴത്തെ കുഴിയുണ്ടോ? ആ പൈപ്പ് കിടക്കുന്നേ. അത് ഇങ്ങനത്തെ ഒരു വലിയൊരാളാണ്. അതിനകത്ത് ഒരു കൊച്ചു പണ്ട് പോയി മരിച്ചാ. കുഴിയാണോ? നല്ല മഴയാണെങ്കിൽ മേളിൽ കൂടെ വരില്ല വെള്ളം. നല്ല മഴയാണെങ്കിൽ മേളിൽ കൂടെ ഒഴുകൂല്ലേ? നല്ല കുഴിയല്ലേ? എന്നാണത് അറിയില്ല.
ഓ യു സി മീ. പിള്ളേർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. എന്നെ വിളിച്ചായിരുന്നു. പെട്ടെന്ന് വരാൻ പറഞ്ഞ്. താമസിക്കുന്നെങ്കിൽ ഇവിടെയൊക്കെ താമസിക്കണം. അതെ അതെ, വൈബായിരിക്കും. ആദ്യത്തെ ഒരു മാസം കാണും. അല്ല താമസിക്കാൻ നിൽക്കരുത്. ഒരു ചെറിയൊരു ഔട്ടത്തോടെ ഒരു വീടും എടുത്തിട്ട് ഇടക്കിടയ്ക്ക് ഇവിടെ 6 മാസത്തിലൊരിക്കലൊക്കെയാണ് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു. അല്ലാതെ സീൻ എന്താണ്? ആനയുടെ പ്രശ്നമാണോ? സീനൊന്നുമില്ല, നമ്മളെല്ലാ സൗകര്യങ്ങളും കൂടെ നോക്കണ്ടേ. അത് ശരിയാ. ഒരു ആനയെ കണ്ടായിരുന്നു. എന്തിനെ യോഗ പോണ വഴിക്കാണ്. ഇവരെ കണ്ടിട്ടില്ല. ആന തന്നെയാണ് ഉത്സവത്തിന് പോലും. അത് കണ്ടിട്ടുണ്ട്. ഉത്സവത്തിന് പാട്ടാനെ മഴയത്ത് വന്നതേ ചെയ്തു എല്ലാം പോയി. അടിക്കുന്നുണ്ടല്ലേ? ഞാനാണെങ്കിൽ രൂപ എടുക്കാനും മറന്നു. ഗോപുരം മേടിക്കണം. എന്നാ അത് തൊട്ട് കുറച്ച് നടത്തേക്ക് പോകും. എന്നെ ഇപ്പോൾ എവിടെയാന്ന് വരാറുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ കണ്ടത് എൻ്റെ കുപ്പം ബ്ലോഗ് എടുക്കാൻ വേണ്ടി വാങ്ങിച്ചത്. എന്തെന്നെ എടുക്കാത്തെ? അപ്പോൾ കുറച്ച് ഞാൻ മടുക്കുന്നു. അതിനാ പുതിയൊരു ജോലിയുടെ കാര്യത്തിലൊക്കെ എടുക്കും. ഡയറക്ഷൻ്റെ ഒരു തുടങ്ങിയപ്പോഴത്തേന് ബ്ലോഗ് സ്വാഭാവികം. അതിന് വേണ്ട ടൈം അങ്ങനെ വെള്ളമടി. സ്വാഭാവികം സ്വാഭാവികം. നൈസാണോ ചവിട്ടി? വിമാനം വിമാനമല്ലേ? വെള്ളച്ചാട്ടത്തിൻ്റെ ആയിരുന്നത് ശരിക്കും ഫ്ലൈറ്റിൻ്റെ ആണത്. അതെയോ? ഞാനത് ഞാൻ തള്ളിയതാണ്. വാട്ടേ വെള്ളച്ചാട്ടം. വളരെ ദിസ് ഈസ് കോൾഡ് വാളറ വെള്ളച്ചാട്ടം. ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞത് അന്ന് നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു. ഒരു S23 അൾട്ര ഉണ്ടായിരുന്നു, കീച്ചിക്കൊണ്ടായിരുന്നു. വെള്ളം കിട്ടിക്കുന്നുണ്ടോ? ഓക്കെ, എവിടെ? ആ വെള്ളച്ചാട്ടം അതേ വന്നെ ഇങ്ങോട്ട്. എവിടുന്ന് വെള്ളം ആറുണ്ടോ വന്നെ? ഇതല്ലേ അത് കണ്ടോ? ഇതിലൂടെ വരും. ദേ പോയേക്കണ ആറ്. അതിലൂടെ പോയിട്ട് അതിൻ്റെ മേലെ കൂടെ കറങ്ങി വന്ന ഇത്രയും ചുറ്റി കറങ്ങുന്നുണ്ടല്ലേ? വെള്ളത്തിനെ സമ്മതിക്കണം. വെള്ളം ഇതിലൂടെ തൂവിലൂടെ തടസ്സമൊന്നുമില്ല. വീട്ടിൽ ചോദിക്കാനും പറയാനും പോലും. വേനൽക്കാലത്ത് ഈ സാധനം വന്ന് കണ്ടു കഴിഞ്ഞാലേ മഴക്കാലത്ത് പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പണ്ട് കണ്ട സ്ഥലമാണെന്ന് പോലും തോന്നില്ല. അതുപോലെ കണ്ടോ? അന്ന് ഇവിടെ വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. അത്രയും വ്യത്യാസമുണ്ട്. വീട്ടുകാരെങ്ങനെ വിശ്വസിച്ചാലും മേളിൽ നിൽക്കില്ല.
ഏത് വീട്ടുകാര്? അത് അവരെന്നെ എടുത്തേക്കുന്ന കണ്ടാണല്ലോ. അതല്ലേ അതല്ല ഞാൻ പറഞ്ഞേ, അത് ഇങ്ങനെ എടുത്തേക്കണ മണ്ണ് ചെരിഞ്ഞ് ഇടിയാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ സ്റ്റെപ്പായിട്ട് എടുക്കുന്നത്. അതല്ല, അതിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് റോഡല്ലേ. ശരിയാ. അവിടെയാണ് സ്ഥിരം മണ്ണിടിച്ചിലുള്ള സ്ഥലം. അതുണ്ട് അതെ, അവിടെ ആ വളവിലുണ്ട്, അത് മണ്ണിടിച്ച് സ്ഥിരമുള്ള സ്ഥലമാണ്. വണ്ടിനെ തേടും ഞാനൊരു ഇതേര് വെള്ളച്ചാട്ടം കണ്ടോ ദൂരെ? അതേത് വെള്ളച്ചാട്ടം? സിനിമയിലൊക്കെ മേളിൽ സാധനം ഇറങ്ങിയ വെട്ടം വന്നല്ലേ, മേഘത്തിൽ ഇറങ്ങിയ വെട്ടം വന്നാണ്. ആണ്ടേ അത് ശരിക്കും എന്തെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ? ഞാൻ ഹഡ് ഇട്ടാണ്. പുലി ഇറങ്ങുന്നതിന് മുമ്പേ കാട് കിടക്കണമെന്ന് പറയുന്നത്. ആ അടി മറ്റേ നമ്പർ പ്ലേറ്റിന്റെ ചെയിനിന്റെ അല്ലായിരുന്നോ? അവർ കല്ലെടുത്തു. ഒരു തണുപ്പുണ്ട്. ഇന്നല്ലേ കാടിന്റെ ഉള്ളിലല്ലേ.